ഞാൻ ആദ്യമായിട്ട് നിന്റെ മുടിയിലൊക്കെ തൊട്ട സമയത്ത് നിന്റെ ഹെയർ സ്റ്റൈൽ പോകുന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് എന്തോ ഒരു ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉൺസിങ് നിന്റെ മുടിയിൽ തൊട്ടപ്പോൾ നീ എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യാതെ ഇരുന്നതെന്നൊക്കെ ഹെയിന്റെ അടുത്ത് ഹിനുവും ചോദിക്കുകയാണ്. അവളും അപ്പോഴായിരുന്നു ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഓർക്കുന്നത്. മുടി സ്റ്റൈൽ ചെയ്യുന്ന ആണുങ്ങളല്ലാതെ മറ്റൊരാണുങ്ങളെയും കൊണ്ട് നിന്റെ മുടിയിലൊന്നും തൊടിയിക്കുവാൻ പോലും നീ അനുവദിക്കരുത്. അങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ഹിനുവും പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഹെയിന് മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിലും അവൾക്കും ചിരിയായിരുന്നു വരുന്നത്. പക്ഷെ ആ ഒരു ചിരിയൊന്നും ഹിനുവ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മറുപടിയും പറയാതെ അവൾ പോയല്ലോ എന്ന് അവനും വിചാരിക്കുന്നു. ഹേനും ഉൺസിങ്ങും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ വെളിയിൽ നിന്നുകൊണ്ട് ഹിനുവു കാണുന്നു. ഉൺസിങ്ങിന്റെ ചിരിയൊക്കെ കാണുമ്പോഴാണ് ഹിനുവിന് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നുന്നതും. ഹിനുവ് വെളിയിൽ നിന്നുകൊണ്ട് അവരെ നോക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന ഉൺസിങ്ങും കർട്ടനൊക്കെ താത്തിയിടുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയുവാനായിട്ട് ഹ്യുനുവും വാതിലിന് വെളിയിലായിട്ടൊക്കെ ചെവിയും വെച്ചുകൊണ്ടിരിക്കുന്നു. ഹ്യുനുവും നീ എന്നെ വിളിച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് റൂമും തുറന്ന് അകത്തേക്കൊക്കെ കയറി ചെല്ലുന്നുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഹ്യുനുവും വാതിൽക്കലൊക്കെ വന്ന് നിൽക്കുന്നു. നിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. നീ ദയവ് ചെയ്ത് പോയി റെസ്റ്റ് എടുക്കുവാനായിട്ട് ഹെയ്നും അവനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും റൂമിലേക്ക് സൂചോൾ കൂടി എത്തുന്നു. ഞാൻ ഒരുപാട് തവണ നിന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്റെ സെക്രട്ടറി ആകട്ടെ കോളൊന്നും നിന്റെ കയ്യിൽ തരാൻ പോലും കൂട്ടാക്കിയില്ല. ഞാൻ ഹെയിന്റെ സഹോദരനായതുകൊണ്ട് തന്നെ നീയും എന്നെ സഹോദരനായിട്ടൊക്കെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഫോൺസിംഗുമായിട്ട് കൂടുതൽ കമ്പനി ആക്കുവാനായിട്ട് നോക്കുകയാണ് സൂചോളും. മാത്രമല്ല ഹ്യുനുവിനെ റൂമിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം അവനും ഡോറൊക്കെ അടയ്ക്കുന്നു. ഹെയിൻ രക്ഷപ്പെടുവാനായിട്ട് 51% ചാൻസ് ഉണ്ടെന്നല്ലേ നീയും പറഞ്ഞത്. അഥവാ അവൾ രക്ഷപ്പെടുകയാണെങ്കിൽ, അവൾ ഉൺസിഗുമായിട്ട് പ്രണയത്തിലാക്കുകയാണെങ്കിൽ നിനക്കും നഷ്ടപരിഹാരമൊക്കെ കിട്ടുകയില്ലേ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ മറ്റൊരു രീതിയിൽ നിനക്ക് പണക്കാരനാകുവാനായിട്ട് സാധിക്കും. ഉൺസെഗ് നിന്നെ സഹായിക്കുവാനായിട്ടാണ് എത്തിയതെന്നൊക്കെ ഫ്രണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അവൾ ആരെ സ്നേഹിച്ചാലും അതെനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ അവൻ എന്തൊക്കെയോ നിഗൂഢതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവൻ അടുത്ത് വരുന്ന സമയങ്ങളിലെല്ലാം തന്നെ എനിക്കങ്ങനെ ഫീലും ചെയ്യാറുണ്ടെന്നൊക്കെ ഹിൻബുവും പറയുന്നു. നീ ഇപ്പോൾ മുങ്ങിച്ചാക്കുവാനായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് നിന്നെ രക്ഷിക്കുവാനായിട്ട് വരുന്ന ആളെ നിനക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് നീ മരിച്ചോട്ടെ എന്ന് വിചാരിക്കുമോ? അതോ അയാൾ തരുന്ന കയറിലൊക്കെ പിടിച്ച് കയറി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമോ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോഴത്തേക്കും പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉൺസിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും സമ്മതം നൽകുകയില്ല എന്നായിരുന്നു ഹിൻവുവും പറയുന്നത്. സൂചോളും ഇപ്പോൾ ഉൺസിങ്ങിനെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു സ്ഥലത്ത് റിസോർട്ട് പണിയുവാനായിട്ടാണ് സൂചോൾ ആഗ്രഹിക്കുന്നത്. ഇനി റിസോർട്ട് പണിയുന്നതിൽ ലൈസൻസ് ഒക്കെ കിട്ടണമല്ലോ. ലൈസൻസിന് വേണ്ടി ആ ഒരു വിഭാഗത്തിലുള്ള ആൾ തന്നെ നമ്മുടെ ഒപ്പം ഉണ്ടെന്നൊക്കെ സൂചോളും പറയുന്നു. ക്വീൻസിന്റെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയിട്ടായിരുന്നു അയാളും പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ഡിസ്നി പോലത്തെ ഒരു സ്ഥലമൊക്കെ ഇവിടെ നിർമ്മിക്കാം. കേപ്പോപ്പും കേഡ്രാമയും ഒക്കെ ഒരുപാട് ഫേമസ് ആയതുകൊണ്ട് തന്നെ വിദേശത്തു നിന്നുമുള്ള ആൾക്കാർ പോലും ഇവിടെ എത്തുന്നതായിരിക്കുമെന്ന് സൂചോളും അറിയിക്കുന്നു. സൂചോളും ആ ഒരു പ്ലാനൊക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ ആയിരുന്നു അമ്മയും ഓൺസെങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രേസ്കോയോട് അന്വേഷിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗ്രേസ്കോയും ഓൺസെങ് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്ന പ്രശസ്ത വ്യക്തികളുടെ കൂടെയുള്ള ഫോട്ടോസ് ഒക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ കാണുമ്പോഴത്തേക്കും അമ്മയും ഒരുപാട് ഇംപ്രസ്ഡ് ആകുന്നു. ഹെയ്നും ഓൺസെങ്ങും വളരെ ക്ലോസ് ആയതുകൊണ്ടൊക്കെയാണ് ഹെർസാനയുടെ ബ്രാൻഡൊക്കെ ഇപ്പോൾ ഹെയിന്റെ ഷോപ്പിലൊക്കെ തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രില്യൺ ഗ്രൂപ്പിലേക്ക് അവൾക്ക് എത്തുവാനായിട്ടും സാധിക്കും. അവളും ആ ഗ്രൂപ്പിലൊക്കെ എത്തുകയാണെങ്കിൽ ചെയർമാനും ക്വീൻസ് ഗ്രൂപ്പും മൊത്തത്തിൽ അവൾക്ക് എഴുതി കൊടുക്കാമെന്ന് വാക്ക് നൽകിയതാണ്. അയാളും അത് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും തന്നെ കിട്ടുകയില്ല. മാത്രമല്ല ഹെയ്ൻ ഉറപ്പായിട്ടും സൂചോൾ റിസോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം വിജയിക്കരുതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം സൂചോളുമായിട്ട് ഉൺസിങ് അധികം കമ്പനി കൂടാത്തതും ആ ഒരു പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വാക്ക് നൽകാത്തതും. ഹെയ്ൻ കൂടെ നിൽക്കുകയാണെങ്കിൽ ഹെയ്ന്റെ സഹോദരങ്ങളെ കൂടി അവൾ ഇല്ലാതാക്കുമെന്നായിരുന്നു ഭാവിയെ കുറിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് ഡിസ്കോയും അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് വീണ്ടും ഹെയ്നോടുള്ള ദേഷ്യമൊക്കെ കൂടുന്നു. ഗ്രേസ്കോയും ഉൺസെങ്ങിന്റെ ഒപ്പം ഇരുന്ന് മദ്യപിക്കുകയാണ്. ഭാവിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഹെയ്ന്റെ അമ്മ അതെല്ലാം തന്നെ വിശ്വസിക്കുന്നതാണ്. സത്യമാണോ കള്ളമാണോ എന്ന് പോലും നോക്കുവാനായിട്ട് നിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ 15 വർഷമായിട്ട് അവളുടെ അടുത്ത് നിന്നും പല രീതിയിലുള്ള സഹായങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഗ്രേസ്കോയും അറിയിക്കുന്നു. ഹെയ്നെ കാണുവാനായിട്ട് അമ്മയും ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നീ എന്തുകൊണ്ടാണ് വോൺസെങ്ങിനോട് സൂചോളുടെ പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അമ്മയും ചോദിക്കുന്നു. നീ ഭയങ്കര സെൽഫിഷ് ആയതുകൊണ്ട് തന്നെ ഇതല്ല ഇതിനപ്പുറം നീ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അമ്മ അവളുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവൾക്കും ചെറുതായിട്ടൊന്ന് ബോധം പോകുന്ന പോലെയൊക്കെ ആക്കുകയാണ്. എങ്കിലും അവിടെ എത്തുന്ന ഹിൻവു അവളെ പിടിക്കുകയും അവൾക്ക് രാവിലെ തൊട്ട് നല്ല സുഖമില്ലാത്തതാണെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. നീ പണത്തിനെ കുറിച്ചും സ്റ്റോക്സിനെ കുറിച്ചും ട്രില്യൺ ക്ലബിനെ കുറിച്ചുമൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്.
നിനക്ക് അസുഖമാണെന്നൊക്കെ വീട്ടുകാരോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന പദവിയൊക്കെ പോകുമെന്നല്ലേ നീ വിചാരിക്കുന്നത്? അതൊന്നും തന്നെ പ്രശ്നമില്ല. നീ ആദ്യം ഈ ഒരു കാര്യം അവരെ അറിയിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഹിനുവ് പറയുമ്പോഴത്തേക്കും എന്റെ പേരൻസിന് ഒരു കുട്ടീനെ നേരത്തെ തന്നെ നഷ്ടപ്പെട്ടതാണ്. ഇനി ഞാനും കൂടി പോവുകയാണെന്ന് എങ്ങനെയാണ് ഞാൻ അവരോട് പറയുക? അതൊക്കെ കേട്ടാൽ അവർ ഒരുപാട് ഷോക്കാകും. പിന്നെ അത് മാത്രമല്ല, എന്റെ ഈ ഒരു അസുഖമൊക്കെ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ ഒരിക്കലും എന്നെ ഒരു പേഷ്യന്റ് ആയിട്ട് കാണേണ്ടതായിട്ടില്ല എന്ന് കൂടി ഹെയ്ൻ അറിയിക്കുന്നു. ക്വീൻസ് ഗ്രൂപ്പിന്റെ സ്റ്റോക്സ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉൺസിംഗ് വലിയൊരു പദ്ധതിയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ക്വീൻസ് ഗ്രൂപ്പ് ആകട്ടെ അവരുടെ എല്ലാ സ്വത്തുക്കളും ഈ ഒരു സ്റ്റോക്സിന്റെ പേരിൽ വെക്കുകയാണ് എങ്കിൽ, സ്റ്റോക്സ് ഇല്ലാതാക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെടുന്നതായിരിക്കും. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാമെന്നും അവൻ പറയുന്നു. ചെയർമാൻ അനധികൃതമായിട്ടുണ്ടാക്കിയിരിക്കുന്ന പണത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഒരാളാണ് ഡീൽ ചെയ്യുന്നത്. അയാളെ കൈക്കലാക്കിയതിനു ശേഷം ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ചെയർമാനും ജയിലിൽ പോകുന്നതായിരിക്കും. അവരും ആ ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ക്വീൻസ് ഗ്രൂപ്പ് മൊത്തത്തിലായിട്ട് കൈയടക്കുവാനായിട്ടായിരുന്നു ഉൻസിംഗ് ആഗ്രഹിക്കുന്നത്. ക്വീൻസ് ഗ്രൂപ്പിന്റെ ഡയറക്ടേഴ്സിന് മെസ്സേജ് ഒക്കെ വരികയാണ്. ആ ഒരു മെസ്സേജസിലാകട്ടെ അവരോട് ഒരു മിനിമം തുകയൊക്കെ അടയ്ക്കുകയാണ് എങ്കിൽ അവർക്കും ഒരുപാട് ലാഭമൊക്കെ ഉണ്ടാകുമെന്ന രീതിയിലായിരുന്നു മെസ്സേജിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, അവരുടെ കയ്യിൽ ഇപ്പോൾ പണമില്ലെങ്കിൽ ക്വീൻസ് ഗ്രൂപ്പിലുള്ള സ്റ്റോക്സ് ഒക്കെ നൽകിയാലും മതിയെന്ന് അതിൽ പറഞ്ഞത് കൊണ്ട് തന്നെ അവരും അതിനൊക്കെ സമ്മതിക്കുന്നു. മുത്തശ്ശൻ വ്യോമിച്ചയുടെ കൂടെ ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ വ്യോമിച്ച മാത്രമായിരുന്നില്ല, വ്യോമിച്ചയുടെ സഹോദരൻ കൂടി നിൽപ്പുണ്ടായിരുന്നു. അവനെ കാണുമ്പോൾ തന്നെ മുത്തശ്ശനും ഇറങ്ങി പോകുവാനായിട്ടൊക്കെ നോക്കുന്നു. അച്ഛൻ എനിക്ക് ഒരവസരം കൂടി നൽകണമെന്നായിരുന്നു അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛൻ എന്നെ ചതിക്കുവാൻ പോകുകയാണെന്നുള്ള ഒരു വിവരമൊക്കെ അറിഞ്ഞത് കൊണ്ടായിരുന്നു ഞാനും അച്ഛൻ ചെയ്ത അഴിമതികളുടെ ഒക്കെ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം അതൊക്കെ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചു. മാത്രമല്ല അച്ഛന്റെ സ്ഥാനം കൈയടക്കുവാനും ശ്രമിച്ചു. പക്ഷേ ഇത്തവണ അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്നും ഞാൻ ഇനി ഇങ്ങനെ ഒന്നും തന്നെ ആവർത്തിക്കുകയില്ല എന്നുമൊക്കെ അവനും പറയുന്നു. ഇപ്പോൾ തന്നെ ഈ ഒരു സംഭവമൊക്കെ നടന്നിട്ട് 20 വർഷമായില്ലേ, ഇനിയെങ്കിലും അച്ഛന് ക്ഷമിച്ചൂടെ എന്നൊക്കെ വ്യോമിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനി ഒരിക്കലും എന്റെ കൺമുമ്പിൽ പോലും നീ വന്നേക്കരുത്, ഞാൻ മരിച്ചു കിടന്നാൽ പോലും എന്നെ കാണരുതെന്ന് പറഞ്ഞ് അച്ഛനും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. മുത്തശ്ശന് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും ഗേൾഫ്രണ്ടും മുത്തശ്ശന് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി നൽകുകയാണ്. മുത്തശ്ശനും പണ്ട് ന്യൂസ് പേപ്പർ ഒക്കെ വിറ്റുകൊണ്ടിരുന്ന സമയത്ത് തെരുവിലൊക്കെയായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ മുത്തശ്ശന് 60 വർഷം വേണ്ടി വന്നു ഇത്രയ്ക്ക് വലിയൊരു സ്റ്റോറൊക്കെ ഉണ്ടാക്കുവാനും കുറെയല്ലേ വലിയ പണക്കാരനാകുവാനും. ഇത്രയൊക്കെ സ്വന്തമാക്കിയിട്ട് പോലും കാട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു ഫീലാണ് എനിക്ക് ഉള്ളതെന്ന് കൂടി മുത്തശ്ശനെ അറിയിക്കുന്നു. ഗേൾഫ്രണ്ട് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും എന്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡിന്റെ രുചിയാണ് ഇതിനും ഉള്ളതെന്ന് മുത്തശ്ശൻ പറയുന്നുമുണ്ട്. ഒരു കപ്പിള് സ്റ്റോറിലേക്ക് എത്തിയതിനു ശേഷം അതിലെ പെൺകുട്ടി ഇവരുടെ പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ചിട്ട് അവളുടെ സ്കിന്നിന് ഡാമേജ് ഒക്കെ ഉണ്ടായെന്ന് പറയുകയാണ്. പക്ഷെ ആ ഒരു പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ചിട്ട് 8 മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു. പ്രൊഡക്റ്റും ഏകദേശം തീരാറായി. അങ്ങനെ ഇരിക്കെ ഒരു റീഫണ്ട് ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല എന്ന് സ്റ്റാഫ് പറയുമ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന ബോയ് ഫ്രണ്ട് ആകെ ദേഷ്യപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്ന പല സാധനങ്ങളും തല്ലി പൊട്ടിക്കുകയും ചെയ്യുന്നു. പിന്നീട് ആ സ്റ്റാഫിനെയും കൂടി അവൻ തല്ലുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു കാര്യത്തില് ഹെയ്ൻ കൂടി ഇടപെടുകയാണ്. സ്റ്റാഫ് ആകട്ടെ നേരത്തെ ബാത്റൂമിൽ വെച്ച് ഒരു പെൺകുട്ടി കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പെൺകുട്ടിയാണ്. എനിക്ക് നിങ്ങളോട് ആരോടുമല്ല ഈ കമ്പനിയുടെ സിഇഒയോടാണ് സംസാരിക്കുവാനായിട്ടുള്ളതെന്നൊക്കെ ബോയ് ഫ്രണ്ട് പറയുമ്പോഴത്തേക്കും ഹെയ്നും ഞാനാണ് കമ്പനിയുടെ സിഇഒ എന്നൊക്കെ പറഞ്ഞു വരുന്നു. സ്റ്റാഫ് ചെയ്തത് ഒട്ടും തന്നെ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ബോയ് ഫ്രണ്ട് തർക്കിക്കുമ്പോഴത്തേക്കും നീ പറഞ്ഞത് സത്യം തന്നെയാണ്, ഇതുപോലത്തെ ക്രിമിനൽസ് ഒക്കെ വരികയാണെങ്കിൽ നേരിട്ട് പോലീസിന് കംപ്ലൈന്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഹെയ്നും സ്റ്റാഫിന്റെ അടുത്ത് പറയുന്നു. ഗേൾ ഫ്രണ്ടും ഈ ഒരു ദൃശ്യങ്ങളെല്ലാം തന്നെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്കെതിരായിട്ട് ഞാൻ കേസ് കൊടുക്കുന്നതായിരിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹെയ്നും ചുറ്റുമുള്ള ആളുകളെയൊക്കെ കാണിച്ചിട്ട് അവരെല്ലാവരും തന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതാണ്. മാത്രല്ല, നിങ്ങൾ കമ്പനിക്ക് നഷ്ടമൊക്കെ ഉണ്ടാക്കി, ഇവിടുത്തെ പല പ്രൊഡക്ട്സും നശിപ്പിച്ചു, അതിനൊക്കെതിരെ ഞാനും കേസ് കൊടുക്കുന്നതായിരിക്കും, എന്റെ ഹസ്ബൻഡും ഒരു അഡ്വക്കേറ്റ് ആണെന്നൊക്കെ ഹെയ്നും പറയുന്നു. പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റിക്ക് എത്തിയിട്ട് അവരെ രണ്ടുപേരെയും പുറത്താക്കുന്നുണ്ട്. അച്ഛന്റെ എതിരായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയുണ്ട്, അയാളുടെ ചിഹ്നമാകട്ടെ ആപ്പിൾ ആണ്. അയാളും ഹ്യൂനുവിന്റെ അച്ഛൻ നാടിനു വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നും, പക്ഷേ ഇയാളാകട്ടെ കൊറിയയിലെ ഫുഡ് തന്നെ വളരെയധികം ഫേമസ് ആക്കുന്നതായിരിക്കുമെന്നൊക്കെ ആൾക്കാർക്ക് വാഗ്ദാനം നൽകുകയാണ്. മാത്രമല്ല, അയാളും ഒരു റെസ്റ്റോറന്റിലെ ഫുഡ് എല്ലാം തന്നെ പകുതി വിലക്കൊക്കെ നൽകുന്നു. ഇതൊരു ഇലക്ഷൻ തന്ത്രമാണെന്ന് മനസ്സിലാക്കുന്ന അച്ഛനും അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ആ കട നിറയെ ആൾക്കാരൊക്കെ ആയിരുന്നു. ഇയാൾ ഇപ്പോൾ ചെയ്യുന്നത് നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇതും കൊണ്ട് അയാൾ മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോസ് എല്ലാം തന്നെ ഷൂട്ട് ചെയ്തതിനു ശേഷം നമുക്കതൊക്കെ പോലീസിനെ ഏൽപ്പിക്കാമെന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. പക്ഷെ ആ ഒരു റെസ്റ്റോറന്റിലൊക്കെ എത്തി ഫുഡൊക്കെ എൻജോയ് ചെയ്യുക ആയിരുന്നു ചേട്ടനും. ഓപ്പോസിറ്റ് പാർട്ടിക്ക് നൽകുന്ന ഫുഡ് കഴിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു നാണക്കേടാണ്. അതും വില്ലേജിന്റെ ഹെഡ് ആയിട്ടുള്ള ആളുടെ മകൻ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും നീ ചെയ്തത് വളരെ മോശമായി പോയെന്നൊക്കെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന ആളും ചേട്ടനോട് പറയുകയാണ്. ഇപ്പോൾ ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ പോലും ഫാമിലി ഉൾപ്പെട്ട കാര്യം ആയതുകൊണ്ട് തന്നെ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുകയില്ല എന്ന് കൂടി അയാൾ അറിയിക്കുന്നു.
നമുക്ക് കുറെ റൂമേഴ്സ് ഒക്കെ പരത്തിയാലോ എന്നാണ് ചേച്ചി ചോദിക്കുന്നത്. അച്ഛനെതിരായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥിയാകട്ടെ കുട്ടിക്കാലത്ത് ചേച്ചിയുടെ കടയിൽ നിന്നും സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഇതുപോലെ സാധനം മോഷ്ടിച്ച ആൾക്കാര് വലുതായി കഴിഞ്ഞാൽ ഇതിലും വലിയ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്നതാണെന്ന് പറഞ്ഞ് നമുക്കും ആളുകൾക്കിടയിലേക്ക് ഈ ഒരു വാർത്തയൊക്കെ പ്രചരിപ്പിച്ചാലോ എന്ന് ചേച്ചിയും ചോദിക്കുകയാണ്. പക്ഷെ അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു ഐഡിയ ആയതുകൊണ്ട് തന്നെ അച്ഛനും അത് സ്വീകരിക്കുന്നില്ല. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.